BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കനത്ത മഴയും മഴവെള്ളവും മൂലം രാജ്യത്തുടനീളം വീടുകൾക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ വിലയിരുത്തൽ തുടങ്ങി. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ നിർദ്ദേശം നൽകിയ പ്രകാരമാണ് സന്ദർശനം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായിരുന്നു. നാശം നേരിട്ട എല്ലാവർക്കും നഷ്ടപരിഹാരം നൽകുമെന്ന് കിരീടാവകാശി പ്രഖ്യാപിച്ചിരുന്നു. ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരുന്നു. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സമഗ്ര റിപ്പോർട്ട് നൽകും. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുടെ ഏകോപനത്തോടെ തുടർ നടപടികളെടുക്കും. ജനങ്ങൾക്ക് മഴവെള്ളം കെട്ടിക്കിടക്കുന്നതും നാശനഷ്ടം സംബന്ധിച്ച അൽജുനൂബിയ ആപ്പ് വഴി റിപ്പോർട്ട് ചെയ്യാം. മുഹറക് ഗവർണർ സൽമാൻ ബിൻ ഈസ ബിൻ ഹിന്ദി അൽ മനായി മഴക്കെടുതിക്കിരയായ മുഹറക്കിലെ വിവിധ പ്രദേശങ്ങളിലെ വീടുകളും കെട്ടിടങ്ങളും സന്ദർശിച്ചു. വിവിധ സർക്കാർ അതോറിറ്റികൾ, പ്രാദേശിക എംപിമാർ, മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സഹായഹസ്തങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരുക്കമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഹറക് മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻ അബ്ദുൽ അസീസ് അനാർ, മുനിസിപ്പൽ ഡയറക്ടർ ഖാലിദ് അലി അൽ ഖലാഫ് എന്നിവരും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ദക്ഷിണ മേഖലാ ഗവർണർ ഷെയ്ഖ് ഖലീഫ ബിൻ അലി അൽ ഖലീഫ മഴക്കെടുതിക്കിരയായ പ്രദേശങ്ങളും വീടുകളും കെട്ടിടങ്ങളും സന്ദർശിച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരമാണ് ജനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ഉചിത നഷ്ടപരിഹാരം നിർദ്ദേശിക്കുന്നതിനും ഗവർണർ നേരിട്ടെത്തിയത്. വിവിധ സർക്കാർ അതോറിറ്റികൾ, പ്രാദേശിക എംപിമാർ, മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് സന്നദ്ധമാണെന്നും ഗവർണർ വ്യക്തമാക്കി. ഉപഗവർണർ ബ്രിഗേഡിയർ ഹമദ് മുഹമ്മദ് അൽ ഖയാത്ത, വിവിധ ഉദ്യോഗസ്ഥർ, എഞ്ചിനീയർമാർ എന്നിവരും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ഉത്തരമേഖലാ ഗവർണർ പരിധിയിലെ മഴക്കെടുതി വിലയിരുത്തി നഷ്ടപരിഹാരം കണക്കാക്കുന്നതിന് പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. ഗവർണർ അലി ബിൻ അസ്ലൈഖ് അബ്ദുൽ ഹുസൈൻ അൽ അസ്ഫൂറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മഴക്കെടുതി മൂലമുണ്ടായ നാശനഷ്ടം വിലയിരുത്തുന്നതിനും അതിനനുസരിച്ച് നഷ്ടപരിഹാരം നൽകുന്നതിനുമുള്ള പദ്ധതികൾ ചർച്ച ചെയ്തു. കഴിഞ്ഞ ദിവസം ഗവർണറും സംഘവും വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും മഴക്കെടുതി മൂലമുണ്ടാകുന്ന നാശം കണക്കാക്കുകയും ചെയ്തിരുന്നു. നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ ചിത്രം ലഭിക്കുന്നതിനും ഉചിത നഷ്ടപരിഹാരം നിർദ്ദേശിക്കുന്നതിനും പ്രത്യേക സാങ്കേതിക കമ്മിറ്റി വേണമെന്ന നിർദ്ദേശത്തിന് അംഗീകാരമായി. വിവിധ സർക്കാർ അതോറിറ്റികൾ, പ്രാദേശിക എംപിമാർ, മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ ജനങ്ങൾക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുന്നതിനുള്ള സാധ്യതകളും ചർച്ച ചെയ്തു. ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ ഹൈവേയിൽ വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ ഏഷ്യക്കാരന് പരിക്കേറ്റു. കാർ ഇരുമ്പുവേലിയിൽ ഇടിച്ചു കയറുകയായിരുന്നു. വാഹനത്തിന് മുൻവശത്ത് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. ഗുരുതര പരിക്കില്ലെന്നും അപകടത്തിൽ ഗതാഗതക്കുരുക്കുണ്ടായിട്ടില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നിയമം ലംഘിച്ച് മത്സ്യ കയറ്റുമതി ചെയ്തതിന്റെ പേരിൽ 10 കമ്പനി അധികൃതർക്കെതിരെ നടപടി സ്വീകരിച്ചു. 1000 ദിനാർ വീതം പിഴയടയ്ക്കാനാണ് ലോവർ ക്രിമിനൽ കോടതി വിധിച്ചത്. ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുള്ള അനുമതിയില്ലാതെ രാജ്യത്ത് നിന്ന് മത്സ്യം കയറ്റുമതി ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചതെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. അഴിമതി വിരുദ്ധ സാമ്പത്തിക സുരക്ഷാ അതോറിറ്റിയുടെ പരാതി പ്രകാരമായിരുന്നു നടപടി. ബഹ്റൈൻ കടൽ പരിസരത്ത് മാത്രം ലഭ്യമായ മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിന് നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തീരുമാനം. ഇത് ലംഘിച്ചതിനെ തുടർന്നാണ് കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിച്ചതെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. 15 പേരെ വെറുതെ വിടാനും കോടതി ഉത്തരവുണ്ട്. ക്യാപിറ്റൽ ഗവർണർ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഖലീഫ വിവിധ പ്രദേശങ്ങളിലെ വീടുകളും കെട്ടിടങ്ങളും സന്ദർശിച്ച് മഴക്കെടുതി വിലയിരുത്തി. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരമാണ് ജനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ഉചിത നഷ്ടപരിഹാരം നിർദ്ദേശിക്കുന്നതിനും ഗവർണർ മുൻകൈയെടുത്തത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത മഴയിൽ പല വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായിരുന്നു. നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും കിരീടാവകാശി പ്രഖ്യാപിച്ചു. ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയും ഇത് സംബന്ധിച്ച തുടർ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. വിവിധ സർക്കാർ അതോറിറ്റികൾ, പ്രാദേശിക എംപിമാർ, മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സഹായഹസ്തങ്ങൾ ചെയ്തു കൊടുക്കാൻ സന്നദ്ധമാണെന്നും ഗവർണർ വ്യക്തമാക്കി. ഉപഗവർണർ ഹസൻ അബ്ദുള്ള അൽ മദനി, ക്യാപിറ്റൽ മുനിസിപ്പൽ ഡയറക്ടർ മുഹമ്മദ് സഅദ് അസഹദ് അലി എന്നിവരും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു.
ബഹ്റൈനിലെ റഷ്യൻ അംബാസിഡർ അലക്സ് സ്കോസേരിഫിനെ ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ് കമാൻഡർ ഫീൽഡ് മാർഷൽ ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് അൽ ഖലീഫ സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും വിവിധ മേഖലകളിലുള്ള സഹകരണവും മെച്ചപ്പെട്ട നിലയിലാണെന്ന് വിലയിരുത്തുകയും കൂടുതൽ മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുന്നതിനുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകൃത മദ്രസകളോടൊപ്പം ബഹ്റൈനിലെ സമസ്ത മദ്രസകളിലും ഏപ്രിൽ 20 പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും. സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന 10ഓളം മദ്രസകളാണ് ബഹ്റൈൻ സമസ്തയുടെ കീഴിലുള്ളത്. നേരറിവ് നല്ല നാളേക്ക് എന്ന ശീർഷകത്തിൽ വർണ്ണാഭമായ പരിപാടികളാണ് വിദ്യാരംഭത്തിനോടനുബന്ധിച്ച് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എല്ലാ മദ്രസകളിലും അഡ്മിഷൻ തുടരുന്നു. അനധികൃത മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട 4 പേർക്ക് 10 ദിവസത്തെ ജയിൽ ശിക്ഷയും തുടർന്ന് നാടുകടത്തലും വിധിച്ചു. പിടിയിലായവർ ഏഷ്യക്കാരാണ്. ഇവർ മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ച ബനൂഷ് ബോട്ടും ഡ്രിഫ്റ്റ് വലകളും അനധികൃത വിൽപ്പനയിലൂടെ സമ്പാദിച്ച പണവും പിടിച്ചെടുക്കാനും ലോവർ ക്രിമിനൽ കോടതി ഉത്തരവിട്ടു. 245 കിലോ മത്സ്യമാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. കോസ്റ്റ് ഗാർഡാണ് ഇവരെ കടലിൽ വെച്ച് പിടികൂടിയത്. ഇന്ത്യൻ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പരിഹാരം തേടി ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. എംബസിയുടെ കോൺസുലർ സംഘവും അഭിഭാഷക സമിതിയും പങ്കെടുത്തു. ഇന്ത്യൻ തടവുകാരെ പൊതു മാപ്പ് നൽകി വിട്ടയച്ചതിന് ഹമദ് രാജാവ്, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ, ബഹ്റൈൻ അധികാരികൾ എന്നിവരോട് അംബാസിഡർ നന്ദി പറഞ്ഞു. കഴിഞ്ഞ ഓപ്പൺ ഹൌസിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ ഭൂരിഭാഗവും പരിഹരിച്ചതായി അംബാസിഡർ അറിയിച്ചു. പ്രവാസി സമൂഹത്തെ പരിപാലിക്കുന്നതിൽ ബഹ്റൈൻ സർക്കാരിന്റെയും ഭരണാധികാരികളുടെയും തുടർച്ചയായ പിന്തുണയ്ക്കും സഹകരണത്തിനും അദ്ദേഹം നന്ദി പറഞ്ഞു. വീട്ടുജോലിക്കാർ ഉൾപ്പെടെ ദുരിതബാധിതരായ ഇന്ത്യൻ പൗരന്മാർക്ക് താമസ സൗകര്യവും എമർജൻസി സർട്ടിഫിക്കറ്റുകളും ടിക്കറ്റുകളും ICWF-ലൂടെ എംബസി നൽകുന്നുണ്ട്. ഓപ്പൺ ഹൌസിൽ സജീവമായി പങ്കെടുത്തതിന് എല്ലാ ഇന്ത്യൻ അസോസിയേഷനുകൾക്കും കമ്മ്യൂണിറ്റി അംഗങ്ങൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും എംബസിയുടെ പാനൽ അഭിഭാഷകർക്കും അംബാസിഡർ നന്ദി അറിയിച്ചു. സംസ്ഥാനത്തെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായ മാഹയിൽ കനത്ത പോളിംഗ് ബൂത്തിലെ എല്ലാ നിയന്ത്രണങ്ങളും സ്ത്രീകൾ ഏറ്റെടുത്ത മണ്ഡലത്തിൽ 65.1% പോളിംഗ് രേഖപ്പെടുത്തി. പുലർച്ചെ 5:30 50 വോട്ട് ചെയ്ത് മോക്ക് പോളിംഗ് നടത്തി. 26 സ്ഥാനാർത്ഥികൾ ഉള്ളതിനാൽ 2 ബാലറ്റ് യൂണിറ്റുകളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. രാജ്യത്ത് ആദ്യമായി വനിതകൾ നിയന്ത്രിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത മാഹി നിയോജക മണ്ഡലത്തിനുണ്ട്. മുൻ ആഭ്യന്തരമന്ത്രി E. വത്സരാജും ഭാര്യയും C. ഭരതൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും രമേശ് പറമ്പത്ത് MLA-യും പള്ളൂർ ആലി സ്കൂളിലെ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. എഴുത്തുകാരൻ M. മുകുന്ദൻ സ്ഥലത്തില്ലാത്തതിനാൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. പുതുച്ചേരിയിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി V. വൈദ്യലിംഗം നെട്ടപ്പൊക്കം അടുകര 1-ാം നമ്പർ ബൂത്തായ ഗവൺമെന്റ് പ്രൈമറി സ്കൂളിലും NDA സ്ഥാനാർത്ഥി A. നമശിവായം പുതുച്ചേരി വില്യന്നൂർ സർക്കാർ പ്രൈമറി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വ്യാപക വീഴ്ചയും ക്രമക്കേടുമെന്ന CAG-യുടെ കണ്ടെത്തൽ. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ മിക്കയിടങ്ങളിലും സീറ്റ് ബെൽറ്റോ ഹെൽമെറ്റോ ധരിക്കാറില്ലെന്നും പരീക്ഷകളിൽ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ ഇടപെടുന്നുവെന്നും പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നു. നവീകരിച്ച ട്രാക്കുകളും ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരിഷ്കാരങ്ങളും ആവശ്യമാണെന്നും ശുപാർശ ചെയ്യുന്നു. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കണമെന്ന് KB ഗണേഷ് കുമാറിന്റെ അഭിപ്രായം അപ്പടി ശരിവെക്കുന്നതാണ് CAG-യുടെ കണ്ടെത്തൽ. സംസ്ഥാനത്തെ വിവിധ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടെത്തൽ. സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലായിരുന്നു പരിശോധന. സംസ്ഥാനത്തെ 37 ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിലാണ് CAG വിഭാഗം പരിശോധന നടത്തിയത്. ഡ്രൈവിംഗ് ടെസ്റ്റിലെ 9 അപര്യാപ്തകളാണ് പരിശോധനയിൽ ചൂണ്ടിക്കാട്ടുന്നത്. കാറുകളുടെ ടെസ്റ്റിനായുള്ള HTAC-നൊപ്പം പാർക്കിംഗ് ട്രാക്ക് വേണമെന്നാണ് ചട്ടം. എന്നാൽ പരിശോധന നടത്തിയ 37 ഗ്രൗണ്ടിൽ 34-ലും പാർക്കിംഗ് ട്രാക്കില്ല. HTAC-ൽ ടെസ്റ്റ് നടത്തുമ്പോൾ മിക്ക പരീക്ഷാർത്ഥികളും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നില്ല. 37 ഗ്രൗണ്ടിൽ പരിശോധന നടത്തിയതിൽ 31 ഗ്രൗണ്ടിലും സീറ്റ് ബെൽറ്റ് ഇടാതെയാണ് എടുക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സീറ്റ് ബെൽറ്റ് ഇടാതെ ടെസ്റ്റ് നടത്തിയാൽ യഥേഷ്ടം പിന്നിലേക്ക് നോക്കി വാഹനം പിന്നിലേക്ക് എടുക്കാൻ സാധിക്കും. ഈ രീതി ശരിയല്ലെന്നാണ് കണ്ടെത്തൽ. ഇരുചക്ര വാഹന ടെസ്റ്റിൽ പങ്കെടുക്കുന്നവർ ആരും ഹെൽമെറ്റ് വെക്കുന്നില്ല. 37 ഗ്രൗണ്ടിൽ 20 എണ്ണത്തിലും ആരും ഹെൽമെറ്റ് വെച്ചില്ല. ഇരുചക്ര വാഹനത്തിന്റെ റോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. 37 ഗ്രൗണ്ടിൽ പരിശോധിച്ചതിൽ 20 ഗ്രൗണ്ടിലും ഇരുചക്ര വാഹനങ്ങളുടെ റോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടത്തുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 4 ചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിൽ വാഹനം പൂർണ്ണമായും ബ്രേക്ക് ചവിട്ടി സ്റ്റിയറിംഗ് തിരിക്കാൻ പാടില്ല. പക്ഷേ 37-ൽ 12 ഗ്രൗണ്ടിൽ വാഹനം ബ്രേക്ക് ചെയ്ത് സ്റ്റിയറിംഗ് തിരിച്ചാണ് എടുക്കുന്നതെന്നും കണ്ടെത്തി. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന 15 വാഹനങ്ങൾക്ക് ഇൻഷുറൻസും 7 വാഹനങ്ങൾക്ക് പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലെന്നും പരിശോധനയിൽ കണ്ടെത്തി.
സംസ്ഥാനത്തെ ശാരീരിക വൈകല്യമുള്ള കുട്ടികൾക്ക് സ്കൂൾ ബസ്സിൽ സീറ്റ് സംവരണം നിർബന്ധമാക്കി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ. ശാരീരിക വൈകല്യമുള്ള കുട്ടികൾക്ക് സ്കൂൾ ബസ്സിൽ സീറ്റ് സംവരണവും ഫീസ് സൗജന്യവും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ലഭിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണിത്. സർക്കുലറിന്റെ കോപ്പി എല്ലാ വിദ്യാഭ്യാസ ഡയറക്ടർമാർക്കും അയച്ചിട്ടുണ്ട്. മലപ്പുറം കക്കാട് GM UP സ്കൂൾ വിദ്യാർത്ഥിനി ഫാത്തിമ സനയ്യാണ് നവകേരള സദസ്സിൽ ഇത് സംബന്ധിച്ച അപേക്ഷ നൽകിയത്. സ്കൂൾ ബസ് ഫീസ് നിർണ്ണയം സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ശാരീരിക വൈകല്യമുള്ള സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന വിദ്യാർത്ഥികൾക്ക് മാനുഷിക പരിഗണനയുടെ പേരിൽ ഫീസ് ഇളവ് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശമുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.